ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു LSS സീരീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റോമൻ സംഖ്യകളെ കുറിച്ചാണ്. അങ്ങനെ റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം നോക്കാം. ഇവിടെ ചോദിച്ചത് XLII എന്താണെന്നാണ്. ഇതൊരു റോമൻ നമ്പറാണ്. റോമൻ നമ്പറിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, റോമൻ സംഖ്യയിൽ എഴുതുമ്പോൾ കുറേ സിമ്പിൾസും അതിന് വാല്യൂസും ഉണ്ടാവും. അത് നമ്മൾ കാണാതെ പഠിക്കണം. ഇവിടെ എക്സ് നോക്കും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10, L എന്ന് പറയുന്നത് 50, I എന്ന് പറയുന്നത് 1. ഈ കാര്യങ്ങൾ, ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിക്കണം. എങ്കിലേ നമ്മൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ കിട്ടുള്ളൂ. XLനെ മാത്രം മാറ്റി എഴുതി നോക്കും. XL എന്ന് എഴുതുമ്പോൾ 10, 50 എന്നാണല്ലേ എഴുതിയത്. ഇതിലേതാണ് വലിയ സംഖ്യ? 50 ആണ്. ഇങ്ങനെ സംഖ്യകൾ XL എന്ന് അടുത്തടുത്ത് എഴുതുമ്പോൾ വലിയ സംഖ്യയുടെ ഇടത്തെ സൈഡിലാണ് ചെറിയ സംഖ്യ എഴുതിയതെങ്കിൽ അതിൽ നിന്നും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം. അതായത് XL എന്ന് എഴുതുമ്പോൾ Lൽ നിന്ന് X കുറയ്ക്കണം. അതായത് 50ൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പോൾ XL എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ഇപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂടെയും കിട്ടണം. എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇനി 40, അതായത് XL എന്ന് പറയുമ്പോൾ ഇപ്പോൾ 40 40 എന്ന് പറയുമ്പോൾ 1 ആണോ വലുത്? 40 അല്ലേ വലുത്. 40ൻ്റെ വലത്തെ സൈഡിലാണ് ചെറിയ സംഖ്യ എഴുതിയതെങ്കിൽ അത് വലിയ സംഖ്യയോട് കൂട്ടണം. അതായത് 40നോട് കൂട്ടണം. എന്ന് പറഞ്ഞാൽ 1. രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം എന്ന് പറയുമ്പം 1 × 2, അതായത് ഇതിൻ്റെ വാല്യൂ ഇൻറ്റു 2 എന്ന് എഴുതണം. അപ്പം നമുക്ക് 2 എന്ന് കിട്ടും. 40 2 വലിയ സംഖ്യയുടെ വലത്തെ സൈഡിലാണ് ചെറിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യയുമായി കൂട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. സോ 40 കൂട്ടണം 2, നമുക്ക് 42 എന്ന് ഉത്തരം കിട്ടും. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ കുറേ ചെയ്താലേ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 നിയമം പറഞ്ഞിട്ടുണ്ട്. വലിയ സംഖ്യയുടെ ഇടത്തെ സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അത് കുറയ്ക്കും. വലിയ സംഖ്യയുടെ വലത്തെ സൈഡിലാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ കൂട്ടും. ആ ഒരു നിയമം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ XL അതിൻ്റെ വാല്യൂസും നമ്മൾ ഇതിൽ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.